നേരത്തെ ഒരു 2 ആഴ്ച മുമ്പാണ് വിളിച്ചത്. അതിനുശേഷം മിനിഞ്ഞാന്ന് 20-ാം തീയതി ഒരു വിളിച്ചിരുന്നു. 20-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കേസ് തോറ്റുപോകും. അപ്പോൾ അതിന് നമുക്ക് സുപ്രീം കോടതിയിൽ എൻ്റെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അങ്ങേരെ എന്നൊരു അപേക്ഷയൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ചീഫ് ജസ്റ്റിസിന് കൊടുക്കാം. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച്. നമസ്കാരം. ബാലഭാസ്കറിന്റെ മരണത്തിൽ ഗുരുതരമായ ആരോപണവുമായി പിതാവ് ഉണ്ണി രംഗത്ത് വരുമ്പോൾ കേസിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അന്വേഷണ സംഘം. മകനെ കൊന്നത് തന്നെയാണ് എന്നും മരണത്തിൽ തൃപ്തികരമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നും ഉണ്ണി ആവർത്തിച്ച് പറയുകയാണ്. പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റിലായതോടെയാണ് കൊലപാതകമെന്ന സംശയം വീണ്ടും ബലപ്പെട്ടത് എന്ന് ഉണ്ണി പറയുന്നു. അർജുൻ മുൻപും പല കേസുകളിലെ പ്രതിയായിരുന്നു. അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെക്കുറിച്ച് അറിയുന്നത്. CBIയും സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് അന്വേഷണം അവസാനിപ്പിച്ചത് എന്നും ഉണ്ണി ആരോപിക്കുന്നു. പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ മറ്റു പ്രതികൾക്കൊപ്പം തന്നെ ചെർപ്പളശ്ശേരി മുതൽ വാഹനമോടിച്ചത് തൃശൂർ സ്വദേശിയായ അർജുനായിരുന്നു. കേസിൽ 13 പേർ പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ മാസം 21-ാം തീയതിയായിരുന്നു പെരിന്തൽമണ്ണയിൽ കവർച്ച നടന്നത്. എന്നാൽ ഈ കേസും വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവും തമ്മിൽ ബന്ധമില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം. 2018 സെപ്റ്റംബർ 25-നാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുന്നത്. ബാലഭാസ്കറിന്റെ മരണസമയം വാഹനമോടിച്ചിരുന്നത് അർജുനായിരുന്നു. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ കഴക്കൂട്ടം പള്ളിപ്പുറത്തിന് സമീപമായിരുന്നു സംഭവം. ആദ്യം മകൾ തേജസ്വിനിയും പിന്നീട് ബാലഭാസ്കറും മരിച്ചു. ഭാര്യ ലക്ഷ്മിയും ഡ്രൈവർ അർജുനും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തിന് പിന്നാലെ വലിയ വിവാദങ്ങൾ ഉയർന്നു. സ്വർണ്ണക്കടത്ത് ബന്ധവും ഗൂഢാലോചനയും അടക്കം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടു. അന്ന് പോലീസും ക്രൈംബ്രാഞ്ചും CBIയും വാഹനാപകടത്തിലെ സംശയങ്ങളിൽ അർജുനെ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. അതേസമയം അപകടത്തിൽ ദുരൂഹതയില്ല എന്നും സാധാരണയൊരു വാഹനാപകടം മാത്രമാണ് എന്നുമായിരുന്നു CBIയുടെ കണ്ടെത്തൽ. എന്നാൽ മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും അത് പുറത്തു കൊണ്ടുവരുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നുമുള്ള ഉറച്ച നിലപാടിലാണ് പിതാവ് ഉണ്ണി. ബാലഭാസ്കറിന്റെ മരണശേഷം സംഭവ സ്ഥലത്ത് ദുരൂഹ സാഹചര്യത്തിൽ 2 പേരെ കണ്ടതായി കലാഭവൻ സോബി വെളിപ്പെടുത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ തന്റെ മൊഴി CBI മുഖവിലേക്ക് എടുത്തില്ല എന്ന് കലാഭവൻ സോബി ആരോപിച്ചിരുന്നു. ഇതിനിടെ ബാലഭാസ്കറിന്റെ ഉറ്റ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്ന വിഷ്ണു സോമസുന്ദരത്തെയും പ്രകാശൻ തമ്പിയെയും സ്വർണ്ണക്കടത്ത് കേസിൽ DRI പിടികൂടി. ഇതോടെ അപകടത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയയാണ് എന്ന് പിതാവ് സംശയം പ്രകടിപ്പിച്ചു. അപകടത്തിന് മുൻപ് ബാലഭാസ്കറിനെ ഒരു സംഘം ആളുകൾ മർദ്ദിക്കുന്നത് കണ്ടു എന്ന് കലാഭവൻ സോബി വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും അത് കളവാണ് എന്നായിരുന്നു CBIയുടെ നിഗമനം. അപകട സമയത്ത് വാഹനമോടിച്ചത് ആരാണ് എന്ന് പോലും തുടക്കത്തിൽ തർക്കമുണ്ടായിരുന്നു. ബാലഭാസ്കറിന്റേത് അപകട മരണമാണ് എന്നായിരുന്നു കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെയും CBIയുടെയും കണ്ടെത്തൽ. CBI ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. വാഹനമോടിച്ച ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന നിഗമനത്തിലാണ് CBI അന്വേഷണത്തിനൊടുവിൽ എത്തിച്ചേർന്നത്. CBIയുടെ കണ്ടെത്തൽ തിരുവനന്തപുരം CJM കോടതിയും അംഗീകരിച്ചിരുന്നു. അതേസമയം ഈ കേസിന്റെ തുടക്കത്തിൽ സോളാർ വിവാദ നായിക സരിത S. നായർ ഇടപെട്ടത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ബാലഭാസ്കറിന്റെ അപകട മരണം പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കുടുംബം നൽകിയ കേസ് തോൽക്കുമെന്ന് സോളാർ കേസിലെ പ്രതി സരിത S. നായർ ഫോണിൽ വിളിച്ച് മുന്നറിയിപ്പ് നൽകിയതായിട്ടാണ് ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണി നേരത്തെ വെളിപ്പെടുത്തിയത്. സുപ്രീം കോടതിയിലെ വക്കീലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അപേക്ഷ കൊടുക്കണമെന്നാണ് സരിത നിർദ്ദേശിച്ചത് എന്നായിരുന്നു ഉണ്ണി പറഞ്ഞത്. കേസ് തോൽക്കുമെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അത് അറിഞ്ഞു എന്നായിരുന്നു മറുപടി. മുൻപ് വിളിച്ചപ്പോൾ കേസിന്റെ നമ്പരും വക്കീലിന്റെ പേരും ചോദിച്ചിരുന്നു. സംസാരത്തിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ സഹായ വാഗ്ദാനമാണ് എന്നാണ് മനസ്സിലായത്. കേസ് തുടങ്ങിയ സമയത്തും സരിത വിളിച്ചിരുന്നു. ദുരുദ്ദേശമുണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് അഭിഭാഷകരുടെ അഭിപ്രായ പ്രകാരം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് എന്നും ഉണ്ണി അന്ന് പറഞ്ഞിരുന്നു.
അതേസമയം നിയമസഹായം നൽകാനാണ് വിളിച്ചത് എന്ന് സരിത മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞാനാണ് ബാലഭാസ്കറിന്റെ പിതാവിനോട് സംസാരിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴത് ഓർക്കുന്നുണ്ടാകില്ല. എൻ്റെ അഭിഭാഷകനാണ് ആദ്യം ബാലഭാസ്കറിന്റെ കേസിൽ ഇടപെട്ടിരുന്നത്. പിന്നീട് മറ്റൊരു അഭിഭാഷകന് കേസ് കൈമാറുകയായിരുന്നു. അത്തരത്തിലാണ് ഞാൻ വിളിച്ചത്. ബാലഭാസ്കറിന്റെ പിതാവ് നൽകിയ അപ്പീൽ തള്ളുകയാണ് എങ്കിൽ എൻ്റെ അഭിഭാഷകൻ മുഖേന മേൽക്കോടതിയിൽ സഹായിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാണ് ദുരൂഹമാകുന്നത് എന്ന് തനിക്ക് അറിയില്ല എന്ന് സരിത പറഞ്ഞു. വരാനിരിക്കുന്ന വിധി പ്രതികൂലമാകുമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും മേൽക്കോടതിയിൽ പോകുകയാണ് എങ്കിൽ തന്റെ അഭിഭാഷകൻ സഹായിക്കാമെന്ന ഉപദേശം മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നും സരിത പറഞ്ഞു. മുൻപ് വിളിച്ചപ്പോഴും ഇപ്പോൾ വിളിച്ചപ്പോഴും അദ്ദേഹം നോ പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ അഭിഭാഷകനുമായി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാണ് സംഭാഷണം അവസാനിപ്പിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയുണ്ടായോ എന്നറിയില്ല എന്നും സരിത എസ് നായർ കൂട്ടിച്ചേർത്തു. അതേസമയം സരിത അന്ന് വിളിച്ച് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആലോചിക്കട്ടെ എന്ന മറുപടിയാണ് നൽകിയത് എന്ന് ഉണ്ണി പറഞ്ഞു. സരിത എന്ന് പരിചയപ്പെടുത്തിയാണ് വിളിച്ചത്. അവരെ നേരിട്ട് കണ്ടിട്ടില്ല. TV-യിൽ കണ്ട പരിചയം മാത്രമേയുള്ളൂ. ശബ്ദം കേട്ടിട്ട് അവരുടേതാണ് എന്നാണ് തോന്നിയത്. പിന്നീട് സരിത വിളിച്ചപ്പോൾ ഭാര്യ ഫോൺ കട്ട് ചെയ്തു എന്നും ഉണ്ണി പറഞ്ഞിരുന്നു. CBI പല കാര്യങ്ങളും അന്വേഷിച്ചില്ല എന്ന് ഉണ്ണി പറഞ്ഞു. സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഉരുണ്ട് കളിക്കുകയാണ്. സ്വർണ്ണക്കടത്തിന്റെ കാര്യമോ വാഹനത്തെ ആരെങ്കിലും പിന്തുടർന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വിശദമായി പരിശോധിച്ചില്ല. ബാലഭാസ്കർ സഞ്ചരിച്ച കാർ 90 ഡിഗ്രി തിരിഞ്ഞാണ് മരത്തിലിടിച്ചത്. ഡ്രൈവർ ഉറങ്ങിയാലും അങ്ങനെ സംഭവിക്കില്ല. അതാണ് മനഃപൂർവ്വമുണ്ടാക്കിയ അപകടമാണ് എന്ന് സംശയം തോന്നിയത് എന്നും അച്ഛൻ ഉണ്ണി പറയുന്നു. നേരത്തെ ഒരു 2 ആഴ്ച മുമ്പാണ് വിളിച്ചത്. അതിനുശേഷം 20-ാം തീയതി ഒരു വിളിച്ചിരുന്നു. 20-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കേസ് തോറ്റുപോകും. അപ്പോൾ അതിന് നമുക്ക് സുപ്രീം കോടതിയിൽ എൻ്റെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അങ്ങേരെ എന്നൊരു അപേക്ഷയൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ചീഫ് ജസ്റ്റിസിന് കൊടുക്കാം. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ കട്ട് ചെയ്തു. ഈ 3 പ്രാവശ്യം വിളിച്ചപ്പോഴും ഇതേ ആവശ്യം തന്നെയായിരുന്നോ പറഞ്ഞത്? ഇല്ലില്ല. ആദ്യത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞത് വക്കീലിൻ്റെ നമ്പർ, കേസ് നമ്പർ, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ, ഏത് കോടതി, എന്തൊക്കെയാണ്, എന്നാണ് ഇനി കേസ്, അതൊക്കെയാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യമാണിത്, ഈ തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ സഹായിക്കാം. അവരൊരു വക്കീലുണ്ട്, സുപ്രീം കോടതിയിലെ വക്കീലാണ്. അയാളെ കൊണ്ട് അപേക്ഷ എഴുതി ഇവിടുത്തെ ചീഫ് ജസ്റ്റിസിന് കൊടുക്കണം. അപ്പം നമ്മൾ 10-76 കൊല്ലം ജീവിച്ച ആളാണ്. 10-42 കൊല്ലം ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്നാണ്. ഈ ലീഗൽ കാര്യങ്ങളും കുറേയൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഇതിനകത്ത് വരുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, എന്താണ് ഇങ്ങനെ പറയാൻ കാരണം, തോറ്റുപോകുന്നൊക്കെ ഇങ്ങനെ പറയണത് എന്തിനാണ് എന്ന്. നമ്മുടെ വക്കീൽ, എൻ്റെ വക്കീലുണ്ട് കർത്താവെന്ന്, അങ്ങേരോട് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു അതൊക്കെ ചുമ്മാ പറയണതാണ്, അതിലൊന്നും കാര്യമില്ല, നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട. ഒരാൾ മരിച്ചു പോകുന്നതിന് മുമ്പ് അയാളുടെ മറ്റേ സഞ്ചയനം എന്നാണെന്ന് എങ്ങനെ പറയാം. അപ്പോൾ വിധി വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. വിധി മോശമാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ പോവാം, നമുക്കെതിരാണെങ്കിൽ. സാധാരണ രീതിയിൽ എതിരാവാൻ സാധ്യതയില്ല എന്ന് നമ്മുടെ വക്കീൽ പറഞ്ഞു. അപ്പോൾ ഇവരോട് തന്നെ ഞാൻ പറഞ്ഞു ആലോചിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. അവർക്ക് നമ്മളെ സഹായിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുപോലെ തോന്നും സംസാരം കേട്ടാൽ. അധിക്ഷേപിക്കുകയോ വിരട്ടുകയോ പൈസ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. നേരിൽ കാണാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരിൽ കാണാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അവർ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ലെറ്ററും കൊണ്ട്, മറ്റേ അവരുടെ വക്കീലിന്റെ ലെറ്ററും കൊണ്ട്. സരിതയുടെ ഇടപെടലിലെ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടോ? ഈ കേസുമായിട്ട് ഈ സരിതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റുമോ? സംശയങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നിയത് അവര് ഈ ചില ആളുകളുടെ സ്വഭാവമാണത്, എല്ലാത്തിലും കയറി ഇടപെടുക എന്നൊക്കെ ഉള്ളത്. അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അവർക്ക് അറിഞ്ഞൂടാ. എനിക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ളതൊന്നുമില്ല.
അപ്പൊ ഇതിനെതിരെ എന്തെങ്കിലും നടപടികളോ അങ്ങനെ എന്തെങ്കിലും സ്വീകരിക്കുന്നതിനൊന്നുമില്ല? നടപടിയുടെ കാര്യമൊന്നുമില്ലല്ലോ. അവർ നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല, നമ്മളെ അധിക്ഷേപിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവം വരുത്തുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ നാം അവർക്കെതിരെ കേസ് കൊടുക്കുന്ന പ്രശ്നം ഒന്നും ഇല്ലല്ലോ. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്.